ഈ താങ്കൾ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പറഞ്ഞു ആർ എസ് എസ്സുകാർക്ക് അത് വിശ്വസിക്കാം, മറ്റുള്ളവർക്ക് അത് ഇരിക്കാനുള്ള അവകാശമുണ്ട്. അത്ര ഞാനും പറഞ്ഞുള്ളൂ. ആർ എസ് എസ്സുകാരെന്ന് പറയുന്നതും അല്ലെങ്കിൽ ആ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നവരും ഈ നാട്ടിലെ ജനം എന്ന് പറയുന്ന വകുപ്പിന്റെ അകത്ത് പെടുന്നവരാണ്. പക്ഷേ ആർ എസ് എസിന്റെ ഷോ കാണിക്കാനുള്ള സ്ഥലമല്ലോ നമ്മുടെ സെനറ്റ് ഹാള്. ആണോ? അല്ല, ആർ എസ് എസിന്റെ പടം വെച്ചുള്ള പരിപാടി ആർ എസ് എസിന്റെ ഓഫീസിൽ കൊണ്ടുപോയി നടത്തണ്ടേ? സെനറ്റ് ഹാൾ അതിനുള്ള പരിപാടിയുടെ സ്ഥലമല്ലല്ലോ. നിങ്ങളൊരു പൊതുപരിപാടി സംഘടിപ്പിച്ചോ? പൊതുപരിപാടി സംഘടിപ്പിക്കാം, അതിനകത്ത് ആളുകൾ സെമിനാറുകൾ നടത്താം. ഞാൻ പറഞ്ഞ അതാണ്. ആർ എസ് എസ് നിങ്ങളുടെ വിശ്വസിച്ചോളൂ, നമ്മൾ വേറെയും വിശ്വസിക്കുന്നു, വേറെ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ. പക്ഷെ സെനറ്റ് ഹാൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കൂടി പൊതുവായ ഒരു സംഗതിയെ പറ്റൂ. നിഷാദെ ചർച്ചയിൽ മാന്യത കാണിക്കുക, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തും. എനിക്ക് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ ആൾക്കാർ എന്നെ വിളിച്ച് വളരെ നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ച വന്നിരുന്നത്. എനിക്കിത് താല്പര്യമില്ലാഞ്ഞിട്ടും നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഇരുന്നതാണ്. എനിക്ക് യാതൊരു നിർബന്ധവുമില്ല നിങ്ങളുടെ ചാനലിൽ വന്നിരുന്ന എൻ്റെ മോഹൻ ലോകത്തിനെ. താങ്കൾ പറഞ്ഞോളൂ, ഞാൻ കൂടി നിർബന്ധിക്കുന്നു. അല്ല, ഞാൻ അനാവശ്യമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള മാന്യത കാണിച്ചില്ലെങ്കിൽ താങ്കളുടെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ എത്രേ പറഞ്ഞുള്ളൂ. അവിടെ ഒരു സംഘടന ഇത് അവിടെ ഒരു ചടങ്ങ് നടത്തുന്നു. ആ ചടങ്ങ് നടത്തി ഫീസ് കൊടുത്ത് അതിൻ്റെ പണമടച്ച് ചെയ്യുന്നു. ആ ചടങ്ങിന് തൊട്ട് മുമ്പ് വന്ന് ഇത് മതമാണ്, ഇത് മതപരമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വളരെ തികഞ്ഞ മര്യാദഘട്ട രീതിയിൽ ഒരു രജിസ്ട്രാർ ഭരണഘടനാ അതോറിറ്റിയെ അപമാനിക്കുന്ന വിധത്തിൽ പെരുമാറുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാനുള്ള അവകാശം ചാൻസലർ കൂടിയായ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ കൂടിയായ ഗവർണർക്കും VC-ക്കും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ വിശ്വാസമാണോ ശരി, നിങ്ങളുടെ വിശ്വാസമാണോ ശരി എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. ഈ നാട്ടിൽ നിയമമുണ്ടല്ലോ, ഇതൊരു ദിവസം കൊണ്ടൊന്നും കഴിയുന്നൊന്നുമല്ലല്ലോ, ലോകം അവസാനിക്കാൻ പോകുന്നൊന്നുമില്ലല്ലോ. അല്ല ഷാബു, ഇത് ദൈവം ഉണ്ടെന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരാണോ? ഇതിന് നിയമവും ചട്ടവും ഒക്കെ ഇല്ലേ? എല്ലാവർക്കും വായിച്ചു നോക്കാൻ പറ്റുന്ന നിയമമുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആ ചട്ടപ്രകാരം കോടതി തീരുമാനിക്കട്ടെ. രജിസ്ട്രാർ റാങ്കിൽ താഴെയുള്ള ആൾക്കാരുടെ കാര്യത്തിലേ പറ്റൂ എന്നാണ് നിയമം പറയുന്നത്. അല്ല, കോടതി തീരുമാനിക്കട്ടെ. നിയമത്തിനെ വ്യാഖ്യാനിക്കാൻ ഞാനും നിങ്ങളും ആളല്ല. സംഭവം ഇപ്പൊ സബ്ജുഡീസാണ്. കോടതി തീരുമാനിക്കട്ടെ. ഇനിയും കോടതി VC-ക്ക് അനുകൂലമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾ വിളിച്ചു കൂട്ടിയിരുന്ന് നിങ്ങളുടെ അടുപ്പ് കുടിച്ചിട്ട് പറയും ദാ സംഘി കോടതിയാണെന്ന് പറയും. അതും നിങ്ങൾ പറയുക, എനിക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിലെ കോടതികൾ മതേതര വിരുദ്ധമാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇതേപോലെ തന്നെ നിങ്ങൾ വീണ്ടും ചർച്ച നടത്തും. എന്തായാലും ഇപ്പോൾ സംഗതി കോടതിയിലാണ്. കോടതിയുടെ ഒരു തീരുമാനം വന്നാൽ ആ തീരുമാനം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതവിടെ നടക്കട്ടെ. അതുവരെ ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങൾ പറയാം, ഓരോരുത്തർ അവരുടെ കാര്യങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ കോടതി വ്യവഹാരം എന്ന് വെച്ചാൽ ഇപ്പൊ നാളെ തീരുന്ന ഒന്നല്ല. ഇപ്പോൾ ഉള്ളത് സിംഗിൾ ബെഞ്ചാണ്. ആ സിംഗിൾ ബെഞ്ച് ഒരു തീരുമാനം പറഞ്ഞേക്കും, അല്ലെ വൈകിപ്പിച്ചേക്കും. അത് കഴിഞ്ഞാൽ ഡിവിഷൻ ബെഞ്ചുണ്ട്, അത് കഴിഞ്ഞാൽ സുപ്രീം കോടതി ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഭരണഘടന പറയുണ്ട്. അല്ല, അതിനകത്ത് നമ്മൾ സംസാരിക്കുന്നവർക്ക് നമ്മുടെ മുമ്പ് നിയമം ഉണ്ടല്ലോ എടുത്ത് വായിച്ചു നോക്കാൻ. നമുക്കൊന്നും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. നമ്മൾ പരമദരിദ്രരായി വിഭവജ്ഞാനികളല്ലാത്തവരെ പോലെ ഇങ്ങനെ ഇരിക്കുക. കോടതി എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണോ? നമ്മളൊക്കെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യരല്ലേ? നമ്മുടെ മുമ്പിൽ സ്റ്റാറ്റ്യൂട്ട് ഇരിക്കുകയല്ലേ? നമുക്കെടുത്ത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവണ്ടേ? അതായത് VC ഒരു നടപടി എടുക്കുന്നു, ആ നടപടി VC-ക്ക് ഒറ്റയ്ക്കെടുത്ത് അനന്തകാലം പോകാൻ കഴിയില്ല. അത് പരിശോധിക്കാൻ സിൻഡിക്കേറ്റിന് പവറുണ്ട്. സിൻഡിക്കേറ്റ് പരിശോധിച്ച് സിൻഡിക്കേറ്റ് അത് തള്ളിക്കളയുന്നു, എടുക്കാൻ പറ്റുന്ന നടപടിയാണെന്ന് പറയുന്നു. രജിസ്ട്രാർ ഒന്ന് ജോയിൻ ചെയ്തിരിക്കുന്നു. അതിനകത്തൊരു ഒരു കമന്റ് താങ്കൾക്കില്ല? ഞാൻ ഇനിയിപ്പം ഇവിടെ പറഞ്ഞ ഓരോന്നും ഈ അവസാന നിമിഷം വന്ന് രജിസ്ട്രാർ ക്യാൻസൽ ചെയ്യുന്ന ആ ഷോ ഉണ്ടല്ലോ, കാണിച്ചല്ലോ, അതും നിയമപരമാണ് എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിയമപരമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ച യോഗം ഞാൻ വൈൻഡപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്നതും നിയമപരം തന്നെയാണ്. ആയിക്കോട്ടെ, നിയമം അവിടെ കൊണ്ട് കഴിഞ്ഞില്ല. അതിനുശേഷം ബാക്കി അവശേഷിക്കുന്ന ആളുകൾക്ക് ഒരാളെ ചെയറായി തെരഞ്ഞെടുത്ത് തീരുമാനം എടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, സംഭവം കോടതി തീരുമാനിക്കട്ടെ. ഇത് വിധിക്കാൻ നിങ്ങൾ ജഡ്ജിയല്ലല്ലോ, നിഷാദ് ജഡ്ജിയല്ലല്ലോ, ഇവിടെ ജഡ്ജിമാരും അല്ലല്ലോ. അപ്പം അതിന് അധികാരപ്പെട്ടവരത് ചെയ്യട്ടെ. ശരി, ഒരു സെക്കൻഡ്. നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്. ഞാൻ നിജേഷ് കുറച്ച് വായിക്കും. നിജേഷ്, ഇതിനകത്ത് പൂർണ്ണമായും രാഷ്ട്രീയമായി സിൻഡിക്കേറ്റ് തീരുമാനത്തിനൊപ്പവും ഒപ്പം സർക്കാരിനൊപ്പവും നിൽക്കുന്നുണ്ടോ നിങ്ങൾ?